ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്ര വേദനിച്ചാ ഞാൻ മാറിയെന്ന് ആർക്കും മനസ്സിലാവില്ല. ഒരു ഗതികെട്ട പെണ്ണാണെന്ന് ചെറുപ്പം മുതൽ കേൾക്കാൻ തുടങ്ങിയതാ. പലരും ഒളിഞ്ഞും ചിലർ തെളിഞ്ഞൊക്കെ വിളിച്ചു. എന്നിട്ടും എന്റെ അച്ഛനും അമ്മയും വരുണും അടക്കം എനിക്ക് സ്നേഹം വെച്ച് നീട്ടിയില്ലേ. പ്രിയയുടെയും വരുണിന്റെയും വിവാഹത്തിന് ശേഷം എന്റെ മനസ്സിന്ന് വരുണിനെ തേച്ചു മാച്ച് കളയാൻ ഞാനെടുത്ത പ്രയത്നങ്ങൾക്കൊന്നും ഒരു കണക്കുമില്ല. പക്ഷെ ഓരോ തവണ ഞാനതിന് ശ്രമിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ തെളിച്ചത്തോടെ വരുണിന്റെ മുഖം എന്റെ മനസ്സിൽ തെളിയായിരുന്നു. ഞങ്ങളെ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല മുത്തശ്ശി ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന. പിന്നെ നീ എന്തിനാ കണ്ണനെ വണങ്ങുന്നേ? എന്തിനാ നിത്യ തിരികത്തിക്കുന്നേ? നിന്റെ സങ്കടം കണ്ടില്ലെങ്കി പിന്നെ ഭഗവാൻ ആരുടെ സങ്കടാ കുട്ടി കാണുന്നേ? അതെ, ഉപദേശമായിട്ടൊന്നുമല്ല. ഓരോരുത്തരുടെയും ദാമ്പത്യം ഓരോ രീതിയില. ഒരു കൂട്ടർക്ക് വേറൊരു കൂട്ടരെ അനുകരിക്കാൻ പറ്റില്ല, പാളിച്ച പറ്റും. മനുഷ്യരാണ്, ചെറിയ ചില തെറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. പക്ഷേ അതിനധികം ആയുസ് കൊടുക്കരുത്. തിരുത്താൻ പറ്റുന്ന കാര്യങ്ങള് അപ്പോൾ തന്നെ തിരുത്തി മുന്നോട്ട് പോവണം. അപ്പോ ജീവിതം ഒരു ഭാരം ആവില്ല. മുത്തശ്ശി ഈ ലോകത്തിരുന്ന് മാത്രമല്ല, പരലോകത്തിരുന്നും കാണണം നിങ്ങളുടെ സന്തോഷം. ഓ തുടങ്ങി രാധികെ. എപ്പോ നമ്മളെ തമ്മിൽ ഒരുമിപ്പിക്കുന്ന കാര്യം പറയുന്നുവോ അതിന്റെ തൊട്ടടുത്ത് മുത്തശ്ശി മരണത്തെ കുറിച്ചാ പറയുക. ഞാൻ ഇനി മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചോളാം. എന്റെ പ്രാർത്ഥനകളൊക്കെ മുത്തശ്ശിയുടെ ആയുസ്സിന് വേണ്ടിയായിരിക്കും. ആ എടാ, ചെറിയമ്മയെ ഏട്ടത്തെയും കൂടി നിങ്ങൾക്ക് മണിയറ ഒരുക്കുക. അതില് എന്തോ ഒരു അപകടം എനിക്ക് മണത്തിട്ടുണ്ട്. ഉദ്ദേശം എന്താണെന്ന് അറിയൂ? നിങ്ങളുടെ മണിയറയില് നായ്ക്കുരണപ്പൊടി വിതറാനാ. അയ്യോ, അത് കൊണ്ടുവരാനേ ഗൗതമനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓ, അപ്പൊ കുറച്ച് ക്രൂരതയാണല്ലോ. അവര് രണ്ടുപേരും കൂടി അങ്ങനൊരു കാര്യം പ്ലാൻ ചെയ്താല് നമുക്ക് അവർക്കെന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേടാ. വേണ്ടേ മോളെ? ആ ആ വേണം, കൊടുക്കണം മുത്തശ്ശി, ഇന്ന് തന്നെ കൊടുക്കണം. ആ വേണം. എന്നാ കേട്ടോ. തൽക്കാലം ഇത് പോരെ? മതി. എന്തായാലും ഞങ്ങളുടെ വിവാഹ ദിവസം ഗംഭീരമാവും.